നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വഴിമുട്ടി പോലീസ്. രണ്ടാം ദിവസത്തെ തെരച്ചിലിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതോടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രതി നിതീഷിന്റെ വീടിന് സമീപത്തെ തൊഴുത്തിൽ 2 ദിവസമാണ് മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തിയത്. നിതീഷ് മൊഴി മാറ്റിയതും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. വിജയന്റെ മരണത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് 2 പ്രതികളായ മകൻ വിഷ്ണുവിന്റെയും ഭാര്യ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കഴിഞ്ഞ 2 ദിവസം നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോലീസ് വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ തെരച്ചിൽ നടത്തി. പക്ഷെ യാതൊരു സൂചനയും ലഭിച്ചില്ല. അതിനിടെ പ്രതി നിതീഷിന്റെ ഈ മൊഴിമാറ്റം, അടിക്കടിയുള്ള മൊഴിമാറ്റം പോലീസിനെ വല്ലാത്ത രീതിയിൽ വരയ്ക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി അടുത്ത നീക്കം? ഈ കൂട്ടുപ്രതിയായിട്ടുള്ള നിതീഷിന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള, അതായത് കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണുവിനെയും ഭാര്യയെയും ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണോ പോലീസിന്റെ പ്രതീക്ഷ? ആജ്ഞ. കഴിഞ്ഞ 2 ദിവസമായി ഈ നിതീഷ് മൊഴി മാറ്റി പറഞ്ഞതിനെ തുടർന്ന് പോലീസിനെ അങ്ങേയറ്റം വലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിതീഷിന്റെ മൊഴി മാത്രമല്ല ഈ കേസിന് തുമ്പ് കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു ഇതിനകം പോലീസ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ഓൾറെഡി ഒരു മോഷണ കേസിൽ പ്രതിയാണ് വിഷ്ണു. ആ കേസിൽ റിമാൻഡിലുമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടത്തെ തുടർന്ന് കാലൊടിഞ്ഞു ആശുപത്രിയിലുമാണ്. വിഷ്ണുവിനെ ഇതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഈ നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും നിതീഷിന്റെ മൊഴി അനുസരിച്ചിട്ട് വിഷ്ണുവിനും ഈ കേസിൽ ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു ഈ കേസിൽ പ്രതിയാണ്. വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ നവജാത ശിശുവിന്റെ കൊലപാതകത്തിനെ പറ്റിയുള്ള കൂടുതൽ ചുരുളഴിയുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. അതേസമയം നിതീഷ് ഇപ്പോൾ 3 തവണയാണ് മൊഴി മാറ്റി പറഞ്ഞ് പോലീസിനെ കുഴച്ചിട്ടുള്ളത്. ആദ്യത്തെ മൊഴി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാണ്. പിന്നീട് അതേ തുടർന്ന് മൊഴി മാറ്റി ഈ മരിച്ചുപോയ വിഷ്ണു ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട ശേഷം വീണ്ടും അത് കുഴിച്ചെടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോയി അത് നിതീഷിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. 3ാമത്തെ മൊഴിയാകട്ടെ വിജയൻ ഈ മൃതദേഹ അവശിഷ്ടങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു എന്ന് തന്നെയാണ് നിതീഷ് പറയുന്നത്. അതുകൊണ്ട് അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യത പോലീസിന് മുന്നിൽ അടയ്ക്കുകയാണ് നിതീഷ് ഈ മൊഴിമാറ്റത്തിലൂടെ ചെയ്തത് എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷിന്റെ മൊഴിമാറ്റം ഇങ്ങനെ കേസന്വേഷണത്തെ വളരെ അധികം നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നതിനാൽ പോലീസ് കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും 2 ദിവസമായി നടത്തിയിരിക്കുന്ന തിരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി വിഷ്ണുവിനെ ചോദ്യം ചെയ്ത ശേഷം വിഷ്ണുവിന്റെ അമ്മ സുമയെ ചോദ്യം ചെയ്ത ശേഷവുമുള്ള തെളിവുകളുടെ അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ കേസിന്റെ പോക്ക് എങ്ങനെയെന്ന് നിർണ്ണയിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പോലീസ് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസിന്റെ ഒരു സംശയം, ഈ നിതീഷ് ഈ രീതിയിൽ മൊഴി മാറ്റുന്നത് അതിൽ പക്ഷെ കേസിനെ വഴിതിരിച്ചുവിടാനുള്ള നീക്കമായിരിക്കാം. നിതീഷ് തന്നെ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട വിജയനാണ്, അതായത് കുഞ്ഞിന്റെ മുത്തച്ഛനാണ് മൃതദേഹം ഇവിടെ നിന്നും കുഴിച്ചെടുത്ത് കൊണ്ടുപോയതെന്ന്. ഒരുപക്ഷെ ഇപ്പോൾ വിജയൻ മരണപ്പെട്ടൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വിജയന്റെ മേൽ പഴിചാരിയാൽ, അല്ലെങ്കിൽ വിജയനാണ് തെളിവ് നശിപ്പിച്ചതെന്ന് വരുത്തി തീർത്താൽ സ്വാഭാവികമായും തൻ്റെ മേൽ കുറ്റം വരില്ല. ഒരു ക്രിമിനൽ ബുദ്ധിയാണ്, ഒരു കൊടും ക്രിമിനലിന്റെ ബുദ്ധിയാണ് നിതീഷ് ഇവിടെ പ്രയോഗിക്കുന്നത്. നമുക്ക് നിതീഷിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇയാളുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളുണ്ട്. ഇയാളൊരു ക്ഷേത്രത്തിൽ ഒരു സഹപൂജാരിയായി ജോലി ചെയ്യുന്നു. പിന്നീട് ഇയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം, പൂജയുടെ പേരിൽ, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നിരവധി ആളുകളെ കബളിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ, അതിൻ്റെ ഒരു ഇരയായിരുന്നു ഈ കുടുംബം, ഈ വിജയന്റെ കുടുംബം. വിജയന്റെ മകളെ ഈ രീതിയിൽ ഒരു അവിഹിത ഗർഭം ധരിക്കുന്ന ഒരു സാഹചര്യം, പിന്നീട് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. ആ രീതിയിലൊരു ക്രിമിനൽ ബുദ്ധി കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഈ കേസിനെ വഴിതിരിച്ചുവിടാനുള്ള നിതീഷിന്റെ ഒരു ക്രിമിനൽ ബുദ്ധിയായി, നീക്കമായി പോലീസ് ഇതിനെ കാണുന്നുണ്ടോ? ആജ്ഞ.
ടോം, സാധാരണയായിട്ട് സമൂഹം കൽപ്പിക്കുന്ന എല്ലാ നീതികളും ലംഘിക്കുന്ന ഒരു കേസായിട്ട് നമുക്കിതിനെ കാണാം. കാരണം ഒരു വീട്ടിൽ നിതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു, ആ വീട്ടിലുള്ളവരുടെ മുഴുവൻ വിശ്വാസം കയ്യിലെടുക്കുന്നു. അത് മന്ത്രവാദമായിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളായിക്കോട്ടെ, എങ്ങനെ ആയാലും അയാൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ വിശ്വാസ്യത കയ്യിലെടുക്കുന്നു. ആദ്യം ഇവരുടെ മകളെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ അവിഹിത ഗർഭത്തിലൂടെ അതിനൊരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞിനെ ഇല്ലാതാക്കി, അതേ തുടർന്നുണ്ടായ നാണക്കേട് ഒഴിവാക്കാൻ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു. അതിനുശേഷം ഈ വീടും വസ്തുവും വിൽക്കുന്നു. നമുക്ക് വന്നിട്ടുള്ള, അതായത് നമ്മുടെ തന്നെ കമൻസിൽ അതിൻ്റെ എക്സാക്റ്റ് കണക്ക് എനിക്ക് അറിയത്തില്ല, എങ്കിൽ പോലും 94 ലക്ഷം രൂപയ്ക്കാണ് ആ വീട് വിറ്റതെന്ന് പറയുന്നു. ഈ പണം എവിടെ പോയി എന്നുള്ള ചോദ്യം നമ്മൾ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോസിന് താഴെ ആളുകൾ, ആ സമീപ പ്രദേശത്തുള്ള ആളുകളാകാം, അത്തരം കമൻറ്റുകൾ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണോ, സാമ്പത്തിക ഇടപാടാണോ? അതിനുശേഷം വിജയനുമായി തർക്കമുണ്ടാക്കുന്നു. അത് ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് പോലീസ് പറയുന്നത്. ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ വിജയന്റെ പങ്കെന്താണ്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പങ്കെന്താണ്? ഇതൊക്കെ നിതീഷ് പറഞ്ഞ തെളിവുകൾ മാത്രമേ, അല്ലെങ്കിൽ നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളാണ് ഈ നിതീഷ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ഈ കേസിനെ എത്രത്തോളം വളച്ചൊടിക്കാമോ ആ ഒരു സാഹചര്യത്തിലേക്ക് നിതീഷ് പോലീസിനെ നയിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഈ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അതിന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങണം. വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യണം. വിഷ്ണുവിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതുപോലെ വിജയന്റെ ഭാര്യ സുമയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് നിതീഷ് സൂചിപ്പിക്കുന്നത്. നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഈ കേസിന്റെ ഉള്ള മുന്നോട്ട് പോക്ക്. അതേസമയം സുമ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത്ര കാലം കരുതൽ തടങ്കലിലിരുന്ന ഒരു മാനസിക പ്രശ്നമുണ്ടെന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിനൊരു കൗൺസിലിംഗ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. എങ്കിൽ ഇവർ കൊലപാതക കേസിൽ പ്രതിയാണെങ്കിൽ ഇതിൽ നിന്നും വിടുതൽ ലഭിക്കാൻ പറ്റുന്ന തരം ഇളവുകളൊന്നും ഈ മാനസിക അസ്വാസ്ഥ്യത്തിനോ അല്ലെ മാനസികാരോഗ്യ പ്രശ്നത്തിനോ ഇല്ല എന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സുമയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. സുമയെ കേസിൽ പ്രതിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക. കൊലപാതകത്തില് സുമയ്ക്ക് പങ്കില്ല എന്ന ഒരു നിഗമനമുണ്ട്. പക്ഷേ ഈ വിജയന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സുമയെ പ്രതി ചേർക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. ഈ വിജയന്റെ കൊലപാതകം അത് എന്തിനു വേണ്ടിയായിരുന്നു, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ഈ നിതീഷിന്റെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? അതോ വിഷ്ണുവിൻ്റെയും സുമയുടെയും അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയിലേക്ക് പോലീസിലെത്താൻ കഴിയുകയുള്ളൂ? ടോം, വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ, നവജാത ശിശുവിനെ കൊന്നതിന് വിജയൻ പുറത്തു പറയുമോ എന്ന് തുടങ്ങിയ തർക്കത്തിലാണെന്നാണ് ആദ്യം പോലീസ് സാക്ഷ്യപ്പെടുത്തിയത്, പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത്. എന്നാൽ അത് മാത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് നിതീഷിന്റെ മൊഴിമാറ്റത്തിലൂടെയും നിതീഷ് അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴും പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്, കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അക്കാര്യം മുൻനിർത്തി തന്നെയാണ് വിഷ്ണുവിനെയും ഒരുപക്ഷെ സഹോദരിയെയും ചോദ്യം ചെയ്തേക്കാം. ഈ കേസിൽ സഹോദരി ഈ കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയാണ്. അവരും ഇതിനകത്ത് ഒരുപക്ഷെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഇരയായേക്കാം. എന്നിരുന്നാൽ പോലും ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യണം, വിഷ്ണുവിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യണം. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതിപ്പോൾ പോലീസിൻ്റെ പരിഗണനയിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹോദരിയെയും ചോദ്യം ചെയ്യണം. ഇങ്ങനത്തെ ഈ രണ്ടുപേരും ഇപ്പോൾ ഷെൽട്ടർ ഹോമിലാണ്. അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയ ശേഷം അവരെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടുള്ള ക്രമങ്ങൾ പോലീസ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം വിഷ്ണു ഇപ്പോൾ റിമാൻഡിലാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട്. വിഷ്ണു ഇപ്പോൾ കൊലപാതക കേസിൽ നിതീഷിന്റെ മൊഴി അനുസരിച്ച് മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഭാര്യ വിജയന്റെ ഭാര്യ സുമയുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണ് സുമയെയും മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ സമീപവാസികൾ പോലും അറിയുന്നത്. ഇവർ മാനസിക രോഗികളായിട്ട് അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്ന രണ്ട് സ്ത്രീകൾ ആ വീട്ടിലുണ്ടായിരുന്നുവെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷെ നമ്മളൊരു ആ കേസിലേക്കൊന്ന്
വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്, അവരെ പ്രതി ചേർക്കുന്നതിലും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തതിലൊക്കെ എന്തെങ്കിലും നിയമ തടസ്സം പോലീസിനെ സംബന്ധിച്ചുണ്ടോ? പ്രത്യേകിച്ച് ഈ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക പ്രയാസമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് അതിലെന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ ആജ്ഞ? ഈ കേസ് ഉണ്ടാകുന്നതിന് മുൻപേ അവർക്ക് മാനസിക വൈകല്യമുണ്ടെങ്കിൽ, മാനസിക വൈകല്യം എന്നല്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേസിന് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള, പക്ഷേ അതിന് ഇളവുകൾ ലഭിക്കും. പക്ഷേ അതേസമയം ഒരു കൊലപാതകത്തിന് ശേഷം അതേ തുടർന്നുള്ള കുറ്റബോധത്തോട് കൂടിയിട്ട് ഉണ്ടായ മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ആണെങ്കിൽ അതിന് ഇളവ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇത് കൗൺസിലിങ്ങിന് ശേഷം അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മകൾക്കായാലും അമ്മയ്ക്കായാലും മുൻപേ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ. അതല്ല, ഇത്ര കാലം കരുതൽ തടങ്കലിൽ ഇരുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ വീട്ടിലുള്ള സമീപ പ്രദേശത്തുള്ള ആളുകളുടെ മൊഴി അനുസരിച്ചിട്ട്, അവരുടെ പ്രതികരണം അനുസരിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇത്ര കാലം ഈ രണ്ട് സ്ത്രീകൾ അവിടെ ഉണ്ടോ എന്ന് അവർ അറിഞ്ഞിട്ടില്ല, ഈ രണ്ടുപേരും ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞുകൂടിയ സ്ത്രീകളാണ് എന്നുള്ളൊരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ഡിപ്രഷൻ്റെ ഇത് എത്രയാണ്, അല്ലെങ്കിൽ അത് ക്യൂറബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടായിരിക്കും ഈ കേസിന്റെ മുന്നോട്ട് പോക്ക്. കേസിന്റെ മുന്നോട്ട് പോക്കുന്നല്ല, ഇവരെ ചോദ്യം ചെയ്യാനുള്ള എത്ര നാളിനുള്ളിൽ ഇവരെ ചോദ്യം ചെയ്യാൻ, ആ കാര്യം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഒരു അടുത്ത നടപടികളിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. തുടരുക. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് കൂടി, കട്ടപ്പനയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, എന്തായാലും കഴിഞ്ഞ 2 ദിവസം ഈ കുഞ്ഞിന് വേണ്ടിയുള്ള, നവജാത ശിശുവിന് വേണ്ടിയുള്ള അതിൻ്റെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. പക്ഷേ യാതൊരു സൂചനയും ലഭിച്ചില്ല. ഈ പ്രതി നിതീഷിൻ്റെ മൊഴികളുടെ വൈരുദ്ധ്യം തന്നെയാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഇനി എന്തായിരിക്കും അടുത്ത നീക്കം? ഈ വിഷ്ണുവിനെയും സുമയെയും ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വീണ്ടും കുഞ്ഞിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുള്ളൂ? അതോ നിതീഷ് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് വീണ്ടും ഈ മണ്ണ് മാറ്റി പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുന്നുണ്ടോ? നിതീഷ് നൽകിയ സൂചനകളുടെ പ്രകാരം കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസങ്ങളിലായി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഇവിടുന്ന് തെളിവുകളൊന്നും ശേഖരിക്കാൻ സാധിച്ചില്ല. എങ്കിലും മണ്ണ് ഇവിടുന്ന് ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും പിന്നീടാണ് ഈ നിതീഷ് മൊഴിമാറ്റി ഇവിടുന്ന് മൃതദേഹം മാറ്റിയെന്നും പിന്നീട് കത്തിച്ചു കളഞ്ഞ് നമുക്ക് അടക്കമുള്ള മൊഴിമാറ്റം നടത്തിയത്. പക്ഷേ ഇത് പോലീസ് കാര്യമായി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം വിഷ്ണുവിനെ ഈ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരും എന്നാണ് കരുതുന്നത്. ഈ 2 കേസുകളിലും വിഷ്ണുവിനും കൃത്യമായ ഒരു പങ്കാളിത്തം ഉണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു തെളിവ് ലഭിക്കുന്ന തരത്തിലുള്ള സൂചന ഈ മൊഴിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് സൂചന. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പോലീസിന് അന്വേഷണം വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 2ാം ദിവസത്തെ തെരച്ചിലിലും നവജാത ശിശുവിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. പൊൻകതിർ പുട്ട് സോഫ്റ്റ് സ്പോട്ട് ലൈവ് തുടരുന്നു. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് മരിച്ച സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻ കുട്ടിയാണ് മരിച്ചത്. പന്തല്ലൂർ ഉത്സവത്തിനിടെ വാക്കുതർക്കത്തെ തുടർന്നാണ് മൊയ്തീൻ കുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇതിനിടെ കുഴഞ്ഞു വീണ മൊയ്തീൻ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം മൊയ്തീൻ കുട്ടിക്ക് മർദ്ദനമേറ്റെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്നലെ പാണ്ടിക്കാട് സ്റ്റേഷനിൽ ഒരു വിഷയം സംസാരിക്കാൻ കൊണ്ടുപോയിട്ട് പന്തല്ലൂർ സ്വദേശിയായ ആലിങ്ങൽ മൊയ്തീൻ കുട്ടി എന്ന 36-കാരൻ ഇന്നലെ അവിടെ നിന്ന് പ്രശ്നമുണ്ടായതിനു ശേഷം ന്യൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ വന്നു. മൗലാന ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇന്ന് രാവിലെ 5:30 മണിക്ക് അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പോൾ
അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്ഭവ പരിപാടി എന്ന് വെച്ചാൽ ഇത് പന്തല്ലൂർ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വേലയുണ്ടായിരുന്നു. ആ വേലയ്ക്ക് പൊതുവിൽ എല്ലാ ജനങ്ങളും കൂടുന്നൊരവസ്ഥ, അവിടെ എന്തോ ഒരു ചെറിയ കശവിശ ഉണ്ടായി എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിൽ ഇവരെ 2 ആൾക്കാരെയാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവർ 4 മണിക്ക് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ പോലീസിനോട് കശപിശ വന്നപ്പോൾ എന്തെല്ലാം രമ്യതിൽ തീർക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ വന്നത് ജോജോ മാഷ് എന്ന പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. അയാൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങളവിടെ നിൽക്കെ ഞങ്ങളോടൊന്നും ചോദിക്കാതെ, അതായത് ഒരു കോംപ്രമൈസ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് ചോദിക്കണ്ടേ, അതുവരെ ചോദിക്കാതെ ഞങ്ങളോട് പുറത്ത് വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്. മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമാണ് മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ മാത്യൂസ് പോൾ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മൾക്കൊരു കോള് കിട്ടുമ്പോൾ ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അന്നേരം ചെസ്റ്റ് പെയിൻ ആയിട്ടും കുഴഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ കാഷ്വാലിറ്റിയിൽ ECG എടുത്തപ്പോൾ അറ്റാക്കിൻ്റെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതേപോലെ BP വളരെ കുറവായിരുന്നു. BPക്കുള്ള മരുന്നുകളെല്ലാം കൂട്ടിയ ശേഷം ഞങ്ങളുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി, അവിടെ ICUലേക്ക് മാറ്റി. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ECGയുടെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ആരും അങ്ങനെ കൂടെ വന്ന ഒരാൾ പറഞ്ഞു നേരത്തെ എന്തോ ഹാർട്ടിൻ്റെ അസുഖം ഉള്ളതായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് ആദ്യം ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഹാർട്ടിൻ്റെ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ പമ്പിങ് വളരെ കുറവാണ്, വളരെ വീക്കായിരിക്കുന്ന ഒരു ഹാർട്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയത് മുമ്പേ ഹാർട്ടിൻ്റെ അസുഖം ഉള്ളതാണോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കൂടെയുള്ളൊരു റിലേറ്റീവ്സ് വന്നപ്പോൾ അവർ സകല പേപ്പേഴ്സും കൊണ്ടുവന്നു. അപ്പോൾ 1 വർഷത്തിന് മുമ്പ് ഹാർട്ടിൻ്റെ പമ്പിങ് കുറവായിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ ആൾ വളരെ മിനിമം ജോലികളെ ചെയ്യാവുള്ളൂ എന്ന് ഇൻസ്ട്രക്ഷൻസ് വേറൊരു ഹോസ്പിറ്റലിൽ വെച്ച് കാർഡിയോളജിസ്റ്റ് കൊടുത്തതായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, സകല പേപ്പേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇത് മുമ്പേ ഉള്ള അസുഖമാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ തൽക്കാലം മരുന്നിൽ നോക്കിയാലോ വിചാരിച്ചു. അങ്ങനത്തെ ഒരു പ്ലാനിലാണ് പോയത്. കുറച്ച് കഴിയുമ്പോൾ പെയിൻ കൂടുതൽ വരുന്നു, ECGയിൽ പുതിയ വേരിയേഷൻസ് വന്നപ്പോൾ ഞങ്ങൾ ആൻജിയോഗ്രാമിന് എടുത്തപ്പോൾ ആണ് 3 രക്തക്കുഴലിലും ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടിയ അസുഖമാണെന്ന് അന്നേരമാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 2 രക്തക്കുഴലിൽ 100% അടഞ്ഞിരിക്കുന്നു. അത് മുമ്പേ അടഞ്ഞതാണ്. പിന്നെയുള്ള ഒരു രക്തക്കുഴലിൽ നല്ലപോലെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങനത്തെ കേസസിൽ നമ്മൾ പെട്ടെന്നൊരു ആൻജിയോപ്ലാസ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ ആ രക്തം കട്ട പിടിച്ചെടുക്കുന്ന രക്തക്കുഴലിൽ നമ്മൾ സ്റ്റെൻഡ് ഇടാനോ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹാർട്ട് നിന്നു പോകുന്നു. ഞങ്ങൾ ഇതുവരെയുള്ള അനുഭവത്തിൽ അറിയാവുന്നത് കൊണ്ടാണ് മെഡിസിൻസിൽ ട്രീറ്റ് ചെയ്യാം, ആളൊന്ന് സ്റ്റേബിളായ ശേഷം ബൈപ്പാസ് സർജറി ചെയ്യാം. ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ICUലേക്ക് പേഷ്യൻറ്റിനെ മാറ്റി, സ്വന്തക്കാരെല്ലാവരും കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഇഞ്ചക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെളുപ്പിന് ഇതുപോലെ വീണ്ടും ഒരു ശ്വാസം നിന്ന് പോകുന്ന പോലൊരവസ്ഥ വന്നു. അപ്പോൾ പിന്നെ വെന്റിലേറ്ററിലേക്ക് ആക്കി കൃത്യമായിട്ടുള്ള നമ്മൾ CPR പോലത്തെ. പെരിന്തൽമണ്ണ സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നാട്ടുകാർ പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റുവെന്നാണ്. എന്നാൽ ഈ മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. ഹൃദ്രോഗിയാണ്, അതുമൂലമുള്ള മരണമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മൊയ്തീൻകുട്ടി കസ്റ്റഡിയിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ മർദ്ദനം ഉണ്ടായിരുന്നു, പോലീസ് മർദ്ദിച്ചു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ബന്ധുക്കൾ അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? ടോം, ഇത് 3 ദിവസം മുൻപ് പാണ്ടിക്കാടിനടുത്ത് പന്തല്ലൂരിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നിരുന്നു. അതുമായി ആ ഉത്സവത്തിൽ നാട്ടുകാർ തമ്മിൽ ചില വാക്കുതർക്കവും ഉന്തും തള്ളും ഉണ്ടായി. പോലീസിനെ ചിലർ പിടിച്ച് തള്ളുകയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യാനാണ് മൊയ്തീൻകുട്ടി അടക്കം പോലീസ് പാണ്ടിക്കാട്ടേക്ക് വിളിപ്പിച്ചത്. പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. നാട്ടുകാർ പറയുന്നത് ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ചില ഒച്ചയും ബഹളമൊക്കെ കേട്ടിരുന്നു എന്ന തരത്തിലാണ്. അതായത് സ്വാഭാവികമായിട്ടും പോലീസിനെ തള്ളിയപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യം പോലീസ് ഇവർക്ക് നേരെ തീർത്തോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനാകില്ല. എന്താണെങ്കിലും ഈ ജീവന് ആപത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ മർദ്ദനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ രോഗിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മളോട് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ടുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു
അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. ഇൻക്വസ്റ്റിലും വലിയ തോതിലുള്ള പരിക്കുകളൊന്നും, പുറമേക്കുള്ള പരിക്കുകളൊന്നും ഇൻക്വസ്റ്റിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ പോലീസ് സ്വാഭാവികമായിട്ടും വിളിച്ചിട്ടുണ്ടായിരിക്കാം, ഇയാളോട് റൂഡായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം പോലീസിനെ പിടിച്ച് തള്ളിയ ഒരു സംഭവത്തെ തുടർന്നുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ്. അപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ അത്ര സ്മൂത്തായിട്ടൊന്നും ആയിരിക്കില്ല. എന്തുതന്നെയാണെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടെ ഇയാളെ മൗലാനയിൽ കൊണ്ടുവരികയും ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന് നൽകാവുന്നതിൽ നല്ല ചികിത്സകൾ നൽകിയെന്നാണ് പറയുന്നത്. നമുക്കൊരു കസ്റ്റഡി മരണം എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയുമോ എന്ന് പറയില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഉണ്ടായൊരു സംഭവവികാസം ഒരുപക്ഷെ പോലീസ് ഇയാളോട് അതൊരു മരണകാരണമായിരിക്കുമോ? ഈ പോലീസ് ഹൃദ്രോഗിയായിട്ടുള്ള വ്യക്തിയാണ് മൊയ്തീൻകുട്ടി എന്ന് പറയുന്നു. ഈ പോലീസ് അകാരണമായി മർദ്ദിച്ചതടക്കം ഒരു മരണകാരണമായി കാണാമോ അനുമോദ്? ഇത് ഈ ഡോക്ടറോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഇയാളുടെ ഹൃദയത്തിൽ 20% പമ്പിങ് മാത്രമാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും നിന്നു പോയേക്കാവുന്ന ഒരു ഹൃദയവുമായിട്ടാണ് ഇയാൾ ജീവിച്ചിരുന്നത് എന്ന തരത്തിലാണ് വൈദ്യ സംഘത്തിൽ നിന്നും ലഭിച്ച വിശദീകരണം. അതായത് ക്രോണിക്കൽ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയാണ്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരു അറ്റാക്ക് എന്ന തരത്തിൽ അയാളുടെ ഹൃദയം ദുർബലമായിരുന്നു, അയാളുടെ പേശികൾ ദുർബലമായിരുന്നു. പമ്പിങ് 20% മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും മോശമായ അവസ്ഥയിലാണ്. ഇയാൾക്ക് മുൻപ് തന്നെ ഹൃദയത്തിന് ഓപ്പറേഷൻ വേണമെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ചെന്നിരുന്നെങ്കിലും കുറച്ച് കാലമായിട്ട് അത്തരത്തിലുള്ള ഓപ്പറേഷനോ മറ്റ് ചികിത്സകളോ അയാൾ സ്വീകരിച്ചിരുന്നില്ല. ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം വരുമ്പോൾ നമുക്കറിയാം ഹാർട്ട് ബീറ്റ് കൂടും. അത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്നതാണ്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനുകളിൽ വിളിപ്പിക്കുകയും അവിടെ വെച്ച് ഇയാളോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുടെ പെരുമാറ്റവുമൊക്കെ ഇയാളുടെ രക്തസമ്മർദ്ദം കൂട്ടിയിരിക്കാം, ഹാർട്ട് ബീറ്റ് കൂട്ടിയിരിക്കാം. അത് ഒരുപക്ഷെ ഈ കുഴഞ്ഞു വീഴുന്നതിന് കാരണമായേക്കാം എന്ന് നമുക്ക് പറയാം. കാരണം നിലവിൽ തന്നെ ഒരു ദുർബല ഹൃദയവുമായി ജീവിക്കുന്ന ഒരാളാണ്. ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൃദയത്തിൻ്റെ ആ താളം അത് സാധാരണ രീതിയിലാകില്ല. അത് ഒരു കാരണമായേക്കാം. എന്താണെങ്കിലും മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും പോലീസ് വിളിപ്പിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദങ്ങൾ ഇയാളെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ടോം, ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചുണ്ടായ മർദ്ദനമടക്കം മരണകാരണമായി എന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധമുണ്ട് അവിടെ. എന്തായിരിക്കും ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും അടുത്ത നീക്കം? ഈ പോലീസ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം അവർ ആവശ്യപ്പെടുന്നുണ്ടോ അനുമോദ്? ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം എന്തായാലും വേണ്ടിവരും. മജിസ്ട്രേറ്റ് എൻക്വയറി എന്തായാലും വേണ്ടിവരും എന്നുള്ള ഉറപ്പാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇയാൾ കുഴഞ്ഞു വീണതാണ്, അതിനെ തുടർന്നാണ് സംഭവങ്ങളുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് എൻക്വയറി സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് അടക്കമുള്ളവർ ഇതിൽ വലിയ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഉപരോധം നടക്കുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വിഷയത്തിൽ വൈകാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. നമ്മൾ രാവിലെ പോലീസുകാരുമായിട്ട് അനൗദ്യോഗികമായിട്ട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ്. എല്ലാ പോലീസുകാരും അങ്ങനെ തന്നെയാണ് പറയുക. അത്തരത്തിലുള്ള പോലീസിന്റെ പ്രതികരണം ലഭിച്ചിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ നമ്മൾ പലതവണയായി ഫോണിൽ വിളിക്കുന്നു, പക്ഷേ അദ്ദേഹം ഫോണിൽ പ്രതികരിക്കുന്നില്ല. ഒരുപക്ഷേ പോസ്റ്റ്മോർട്ടവും മറ്റ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ലഭിക്കാത്തത്. എന്താണെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടി വരും. കാരണം നമുക്കറിയാം 6-7 മാസം മുൻപ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് താനൂർ സ്റ്റേഷനിലെ താമിർ ജിഫ്രി കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടത്. ആ ഒരു സംഭവം ഉണ്ടാക്കിയ കുളടക്കങ്ങളൊക്കെ മലപ്പുറത്തെ പോലീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചതാണ്. പോലീസിന് വലിയ ആശങ്ക നൽകുന്നതാണ് ഈ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴുള്ള മരണങ്ങളൊക്കെ തന്നെ. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണ്ടിവരും. ഈ ഒരു വിഷയത്തിൽ പോലീസിന് വലിയ മർദ്ദനമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ കൂടുതൽ അന്വേഷണത്തിന് സഹകരിക്കുന്നതിൽ പ്രശ്നമില്ല. പോസ്റ്റ്മോർട്ടത്തിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇക്കാര്യത്തിലേക്ക് ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും വലിയ മർദ്ദനത്തിൻ്റെ സൂചനകളില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. മാത്രമല്ല ഇയാൾക്ക് ചികിത്സ നൽകാൻ കഴിയേണ്ട പരമാവധി ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ തന്നെ മലപ്പുറത്തിന് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലാണ് അവർ ആളെ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത്, സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അപ്പോൾ മരണകാരണം പോലീസ് മർദ്ദനമാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. എന്ത് തന്നെയാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു വിശദമായ അന്വേഷണം ഇതിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. മലപ്പുറത്തുനിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറം പന്തല്ലൂർ സ്വദേശി മൊയ്തീൻകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന്
അറിയേണ്ടതുണ്ട്. ഇത് മർദ്ദനമേറ്റുള്ള മരണം, ഹൃദയാഘാതം മൂലമെന്നാണ് ഡോക്ടറും പോലീസും പറയുന്നത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മൊയ്തീൻ കുട്ടിക്ക് നേരെ മർദ്ദനമേറ്റിരുന്നു, പോലീസ് മർദ്ദിച്ചിരുന്നു, അതും മരണകാരണമായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെടുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വിയർക്കാതിരിക്കാൻ സ്പോട്ട് ലൈവ് തുടരുന്നു. വരൾച്ച രൂക്ഷമായതോടെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യരും കടുത്ത ഭീതിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ 2024 പിറന്ന ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിൽ, കാട്ടാന ആക്രമണത്തിൽ അടക്കം നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. ഈ പകലും നമ്മൾ കേട്ടു ഈ വന്യജീവി ആക്രമണത്തിൻ്റെ നിരവധി വാർത്തകൾ. പാലക്കാട്, ഇടുക്കിയിൽ കോതമംഗലത്ത് വന്യജീവി ആക്രമണത്തിനിടെ ഒരു അപകടത്തിൽ ഒരു വ്യക്തി മരിച്ചു എന്ന വിവരം വന്നു. പാലക്കാട് ഓട്ടോറിക്ഷയിൽ പന്നിയിടിച്ച് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ചിന്നക്കനാലിൽ കാട്ടാന വീണ്ടും റേഷൻ കട തകർത്തു. അരിക്കൊമ്പനെ മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് അരങ്ങേറുന്നുണ്ട്. ഇടുക്കി രൂപത ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു. 4 മണിക്കാണ് പ്രതിഷേധം. അങ്ങനെ വിവിധയിടങ്ങളിലെ വന്യജീവി ആക്രമണവും അവിടുത്തെ പ്രശ്നങ്ങളുമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പാലക്കാടിലേക്കാണ് ആദ്യം സ്പോട്ട് ലൈവിന് പോകുന്നത്. പാലക്കാടാണ് ഓട്ടോറിക്ഷയിൽ പന്നിയിടിച്ച് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റത്. നെന്മാറ സ്വദേശിയായ ഷംസുദ്ദീനും കുമാരിക്കുമാണ് പരിക്കേറ്റത്. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ചുവട്ടുപാടത്ത് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിനേഷ്, ഇത്തരം സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചതാണ്. പ്രശ്നത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ടും വീണ്ടും വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വനമേഖലകളിലടക്കം ഒരു വരൾച്ച, കടുത്ത വേനൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 40 ഡിഗ്രിയോളം അടുക്കുകയാണ് അവിടുത്തെ ചൂട്. ഇതൊക്കെ ഒരു പ്രശ്നമാകുന്നുണ്ടോ? ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ ഇതൊക്കെ ഈ കടുത്ത വരൾച്ചയൊക്കെ ഒരു കാരണമാകുന്നുണ്ടോ വിനേഷ്? തീർച്ചയായും. കാരണം വനമേഖല പൂർണ്ണമായും വരണ്ടുണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഈ സാധാരണ നിലയിൽ എല്ലാ മാസങ്ങളിലും അവർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കാടിനെക്കുറിച്ച്, കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും ദൃശ്യങ്ങൾ എടുക്കാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഉള്ള ഒരു ദൃശ്യങ്ങളിലാണ് പൂർണ്ണമായും കാട്, വലിയ മരങ്ങളുള്ള ഭാഗം മാത്രമാണ് പച്ചപ്പുള്ളത്. ആടിക്കാടുകൾ പൂർണ്ണമായും, പ്രത്യേകിച്ച് എവർഗ്രീൻ, സെമി എവർഗ്രീൻ ഫോറസ്റ്റാണ് ചേർന്ന പ്രദേശങ്ങളാണ് ഈ പാലക്കാടും അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന മേഖലയെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതെല്ലാം തന്നെ വരണ്ടുണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വന്യജീവികൾ വ്യാപകമായി പുറത്തേക്ക് വരികയാണ്. കാരണം ഗ്രാമങ്ങളിലെല്ലാം തന്നെ നമ്മൾ നനച്ച് വളർത്തിയ ചെടികളും അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളും മറ്റു സാധനങ്ങളും എല്ലാം തന്നെ കൃഷിയുണ്ട്. സ്വാഭാവികമായും ഇത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ വ്യാപകമായി തന്നെ കാടിറങ്ങുന്നൊരവസ്ഥയുണ്ട്. കാട്ടുകൊമ്പൻ, കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കാട്ടുകൊമ്പൻ ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലക്കാട് ഒരു മലമ്പുഴ ചതുപ്പിൽ ഇറങ്ങുകയായിരുന്നു വെള്ളം കണ്ടതിന് ശേഷം. കാരണം അത്രത്തോളം ആനകളുടെ എല്ലാം ശരീരത്തിൽ വലിയ തോതിലുള്ള ഊഷ്മാവ് ഉണ്ടാകുന്നുണ്ട്. ഇത് മറികടക്കുന്നത് മണ്ണ് വാരിയിട്ടുകൊണ്ടും അല്ലെങ്കിൽ വെള്ളമില്ലെങ്കിലാണ് മണ്ണ് വാരിയിടുക, ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷമുണ്ട്. കാട്ടുപന്നികൾ വ്യാപകമായിട്ടുണ്ട് പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ. പാലക്കാട് മാത്രമല്ല, പാലക്കാട്, കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട് പോലുള്ള ഭാഗങ്ങൾ, കാസർഗോഡ്, കണ്ണൂർ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും വനത്തിൽ നിന്ന് എത്രയോ അകലെയുള്ള ഗ്രാമങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വന്യജീവികൾ ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം തൃശ്ശൂരിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പാണ് മയിൽ പാലക്കാട് നഗരത്തോട് ചേർന്ന പ്രദേശത്താണ് ഇന്ന് കാട്ടുപന്നി ഈ കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയത്. പുലർച്ചെ ഈ ഓട്ടോറിക്ഷ അപകടത്തിന് കാരണമായതും ഈ കാട്ടുപന്നികൾ ഈ ജനവാസ മേഖലയിലേക്ക്, നഗരമേഖലകളിലേക്ക് എത്തുന്നതാണ്. ഇതൊന്നും ഈ വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ലേ?
ടോം, ഈ കാട്ടുപന്നികൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത് കള്ളിങ് നടത്തുക എന്നതുൾപ്പെടെയുള്ളത് മറ്റ് നടപടിക്രമങ്ങളാണ്. അതിന് നിയമം പരമായ പിന്തുണ ആവശ്യമാണ്. അത്തരത്തിലൊരു നടപടി എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇപ്പോൾ നഗരത്തിൽ നിന്ന് നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയോട് ചേർന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് മുമ്പിലേക്ക് കാട്ടുപന്നി ചാടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് നഗരം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ചതുപ്പുകളും വെള്ളക്കെട്ടുകളും വയലുകളും നിറഞ്ഞൊരു പ്രദേശത്തിന് നടുവിലാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നഗരം നിലനിൽക്കുന്നത്. മറ്റു തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യാപകമായിട്ട് പന്നി ഇറങ്ങുന്ന കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കൃഷിയിടങ്ങൾ പൂർണ്ണമായും കൃഷിയിടങ്ങൾ നശിപ്പിച്ച ശേഷം മടങ്ങുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇലക്ട്രിക് ലൈൻ എല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് ആളുകൾ വെക്കുന്നുണ്ട്. പക്ഷേ അതിനും വനംവകുപ്പിൻ്റെ അനുമതിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം 2 പേർ ഇതുപോലെ ഷോക്കേറ്റ് മരിച്ച സംഭവം, വയലിൽ ഷോക്കേറ്റ് മരിച്ച സംഭവം നമുക്കറിയാം. നെൽപ്പാടങ്ങളിൽ ആന ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മയിലിൻ്റെ ശല്യം, പന്നിയേക്കാൾ കൂടുതൽ മയിലിൻ്റെ ശല്യം വർദ്ധിച്ചു വരുന്നു എന്നാണ് കർഷകർ പറയുന്നത്. കാരണം ഈ സാധനങ്ങളെല്ലാം തന്നെ വെച്ചുണ്ടാക്കുന്ന കൃഷി സാധനങ്ങളെല്ലാം തന്നെ കൊത്തി നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതിന് പ്രധാന കാരണം നമുക്കറിയാം, തമിഴ്നാട്, കേരള, കർണാടക ട്രൈ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഈ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ വലിയ ഇതിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു കുടിയേറ്റം, അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് കൂടുതൽ വന്യജീവികൾ കേരള വനാന്തരങ്ങളിലേക്ക് വരുന്ന ഒരു പരിധിവരെ കേരള വനാന്തരങ്ങളിൽ വെള്ളവും പച്ചപ്പും കർണാടകയെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ജീവികൾ ഇങ്ങോട്ട് വരുന്നൊരവസ്ഥയുണ്ട്. ഇത് എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനുള്ളൊരു പ്രധാന കാരണമായിട്ടും ഇത് വനം വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇതിന് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, മാത്രമല്ല ഈ വനമേഖലയിൽ ഇപ്പോൾ വനം വകുപ്പിൻ്റെ തേക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തേക്കുകൾ വ്യാപകമായി വെച്ചുപിടിപ്പിക്കുന്നു, യൂക്കാലിപ്സ് വെച്ചുപിടിപ്പിക്കുന്നു, വാറ്റിൽ ബ്ലൂഗം പോലുള്ള മരങ്ങൾ ഉണ്ടാക്കുന്നു. നീലഗിരി ബയോസ്ഫിയറിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മരങ്ങളുണ്ട്. അതുപോലെ തന്നെ അക്കേഷ്യ മരങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഭൂഗർഭ ജലത്തെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നതും ഇതിൻ്റെ അടിക്കാടുകൾ, പച്ചപ്പറന്ന അടിക്കാടുകളെ നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മരങ്ങൾ ഉപയോഗിക്കുള്ളൂ. പക്ഷേ വനം വകുപ്പ് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ഒപ്പം തന്നെ മാങ്ങ പോലുള്ള കാട്ടുമാങ്ങ എല്ലാം തന്നെ വലിയ അച്ചാർ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് വനമേഖലയിലുള്ളത്. ഇത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാവൽപ്പഴങ്ങൾ വ്യാപകമായി പറിച്ച് പുറത്തു കൊണ്ടുപോയി വിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഈ ചെറിയ ജീവികൾ കഴിക്കുന്ന ചുണ്ടയ്ക്ക പോലുള്ള സാധനങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനും മറ്റും വലിയ കമ്പനികൾക്കും അല്ലെങ്കിൽ അങ്ങനെ കൈമാറുന്നുണ്ട്. ഇങ്ങനെ വനത്തിൽ ഈ ജീവികൾക്ക് ഭക്ഷിക്കാൻ യോഗ്യമായ പഴങ്ങളും മറ്റുള്ള കായകളും എല്ലാം തന്നെ വലിയ തോതിൽ തന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് കച്ചവടം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. സ്വാഭാവികമായും ഈ മൃഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇവറ്റകൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോഴാണ് വ്യാപകമായി ഇതിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുമ്പോഴാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ടോം, വിനേഷിലേക്ക് എത്താം. വിനേഷ് എന്തായാലും സൂചിപ്പിച്ചത്, ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇത് വനംവകുപ്പ് തന്നെ ക്ഷണിച്ചു വരുത്തുന്ന അപകടമാണ് എന്നാണ്. എന്തായാലും എന്താണ് ഇതിനൊരു പോംവഴി, പരിഹാര മാർഗം? പ്രത്യേകിച്ചും വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യം, 40 ഡിഗ്രിക്കപ്പുറം ചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും അതിരൂക്ഷമായ ചൂടുണ്ടാകുന്നു. ഇത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ വന്യജീവി ആക്രമണം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ ചെറുക്കാം എന്ന ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വിനേഷിലേക്ക് എത്താം. ഇടുക്കിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് സ്പോട്ട് ലൈവ്. ഇടുക്കി ചിന്നക്കനാലിലാണ് കാട്ടാന വീണ്ടും റേഷൻ കട തകർത്തത്. അരിക്കൊമ്പനെ മാറ്റിയ ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വന്യജീവി ആക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രിൻസ് ജെയിംസിലേക്ക് വീണ്ടും. പ്രിൻസ്, വലിയ ഒരു താൽക്കാലിക ആശ്വാസമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും റേഷൻ കടകൾക്ക് നേരെ അവിടെ ആക്രമണം കഴിഞ്ഞ കുറച്ച് നാളുകളായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വർഷം മാത്രമല്ല, ഏറ്റവും കൂടുതൽ കേരളത്തിൽ വന്യജീവി ആക്രമണം, കാട്ടാനയുടെ ആക്രമണം അടക്കം ഉണ്ടാകുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് മന്ത്രിതല ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഒരു ആക്രമണം, കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? കേരളത്തിലെ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഇടുക്കിയിലാണ്. പ്രത്യേകിച്ചും
ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ്. ഈ വർഷം മാത്രം ഇതുവരെ 5 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ 2 പേരും 2 ജീവനുകളും നഷ്ടമായത് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലായി പന്നിയാർ ഒപ്പം ബിയൽ ഡാം അടുത്തടുത്ത ഗ്രാമങ്ങളിൽ നിന്നാണ് 2 ജീവനുകൾ നഷ്ടമായ സാഹചര്യം ഉണ്ടായത്. ആ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ഇവിടെ ഈ മേഖലകളിലുള്ളത്. പ്രത്യേകിച്ചും മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായി ഇവിടേക്ക് കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ചക്കക്കൊമ്പനും മൊട്ടവാലിനും അടക്കമുള്ള ഒറ്റയാന്മാർ ഈ പ്രദേശത്ത് സ്ഥിരം പഠിക്കുന്നതൊപ്പം കാട്ടാനക്കൂട്ടങ്ങളുമുണ്ട്. ഇതിന്റെ തുടർച്ചയായ എന്നോണമാണ് ഇന്ന് ചക്കക്കൊമ്പൻ ഈ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. പന്നിയാർ സ്റ്റേറ്റിലെ റേഷൻ കട പലതവണ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്ന റേഷൻ കടയാണ്. ഇത് പിന്നീട് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പുനർനിർമ്മിക്കുകയും ഒപ്പം ഇതിന് ചുറ്റും ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഫെൻസിംഗ് സമീപത്ത് ഒരു കൊടിമരം തകർത്ത ഫെൻസിംഗ് മുകളിലേക്കിട്ട് ആ ഫെൻസിംഗ് തകർത്തിട്ടാണ് ആന ഈ റേഷൻ കടയ്ക്ക് അടുത്തേക്ക് എത്തുകയും പുറകുവശം കുത്തിപ്പൊളിച്ച് അരി പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് മേഖല നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇടുക്കിയിലെ കളക്ടറേറ്റിൽ ചേർന്ന ഒരു സർവകക്ഷി യോഗത്തിന്റെ പ്രാധാന്യമേറുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ യോഗം ചേർന്നിരുന്നു. പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലെ ജനപ്രതിനിധികളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ മേഖലയിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നത്. അതിന്റെ തുടർച്ചയായി എന്നോണമാണ് ഇപ്പോൾ ഇടുക്കിയിൽ ചേർന്നത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ വന്യജീവി ആക്രമണം തടയുന്നതിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ്. ഒപ്പം RR ടീമിന്റെ പ്രവർത്തനങ്ങൾ ബലപ്പെടുത്തും. ഒപ്പം സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പ്രത്യേകിച്ച് മൂന്നാം മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തും. അപ്പോൾ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും ജീവൻ നഷ്ടമായവർക്കുള്ള നഷ്ടപരിഹാര തുക വൈകുന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക പലരും ഉന്നയിച്ചിരുന്നു. ഇത് വേഗത്തിലാക്കുന്നതിനുള്ള നടപടികളടക്കം സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ആശങ്ക, ഒരു ആക്ഷേപം ഈ ഇടുക്കിയിലെ മലയോര മേഖലകളിലുണ്ട്. കാരണം കൃത്യമായ ഒരു നഷ്ടപരിഹാര തുക സംബന്ധിച്ചുള്ള ഒരു മാനദണ്ഡമില്ല. കഴിഞ്ഞ ദിവസം ഈ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് 50,000 രൂപ മാത്രം നഷ്ടപരിഹാരം നൽകി എന്ന വലിയ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പ്രിൻസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ഇന്ന് വൈകിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ബിഷപ്പ് അടക്കം പങ്കെടുക്കുന്ന പരിപാടി പ്രതിഷേധമാണ്. വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് മാത്രമാണ് ആവശ്യം, അതോ ഈ രീതിയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കും അപകടം സംഭവിക്കുന്നവർക്കും കൃത്യമായൊരു നഷ്ടപരിഹാര തുക വേണമെന്ന ആവശ്യം കൂടി രൂപത ഉന്നയിക്കുന്നുണ്ടോ? ടോം, തീർച്ചയായും രൂപതയുടെ ഒരു ആവശ്യം, അതായത് രൂപത എടുത്ത നിലപാട് മുൻപ് തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇനിയൊരു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കിയിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലൊരു ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. ഇതിന് തുടർച്ചയായ എന്നോണമാണ് ഇപ്പൊ രൂപത പല സമരരംഗങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ KCYMന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. ഇത് തുടർന്നാണ് ഇപ്പോൾ പൂപ്പാറയിൽ ശക്തമായ ഒരു സമരം ജനകീയ പ്രക്ഷോഭവുമായി രൂപതാംഗങ്ങൾ എത്തുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലയിലുള്ള ഇടവകളിൽ നിന്നുള്ള ആളുകളെല്ലാം പൂപ്പാറയിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് പൂപ്പാറയുടെ സമീപ ഗ്രാമങ്ങളായ ബിയൽ ഡാമിലും സിംഗുകണ്ടത്തും പന്നിയാറിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കാട്ടാനയുടെ സാന്നിധ്യങ്ങൾ പല മേഖലയിലുള്ളത് ഇതിനോട് ചേർന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ പൂപ്പാറയിലെ ജനകീയ പ്രതിഷേധത്തിന് വലിയ പ്രാധാന്യം കൂടിയുണ്ട്. ഈ മേഖലയിലാണ് ഏറ്റവും അധികം കാട്ടാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും രൂപതയുടെ ഒരു നിലപാട് ഈ മേഖലയിലെ പ്രത്യേകിച്ചും ഈ മതികെട്ടാൻ ചോലയോടും ഒപ്പം മാങ്കുളം മേഖലയിലെയും മറയൂർ മേഖലകളിലും ഒക്കെ വന്യജീവി ആക്രമണങ്ങളുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ ഒരു ശക്തമായ പ്രതിരോധം, ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് രൂപതയുടെ തീരുമാനം. കേട്ടോ, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഇടുക്കി രൂപത പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. വന്യജീവി ആക്രമണം തടയുന്നതിനു വേണ്ടി ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഇടുക്കി രൂപത ആവശ്യപ്പെടുന്നത്. വിനേഷ് കുമാറിലേക്ക് വീണ്ടും. വിനേഷ്, നമ്മൾ കണ്ടു ഇന്ന് പാലക്കാട് മാത്രമല്ല ഇടുക്കിയിലും കോതമംഗലത്തുമൊക്കെ വന്യജീവി ആക്രമണമുണ്ടായി. ഇപ്പോഴും മനുഷ്യജീവൻ ഭീഷണിയിലാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ്, അതായത് വനം വകുപ്പ് തന്നെ വരുത്തിവെച്ച വിനയാണ് ഈ രീതിയിൽ അപകടങ്ങൾക്ക്, ഈ വന്യജീവി ആക്രമണമടക്കം അല്ലെങ്കിൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമായത് ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ കൂടിയാണെന്നാണ് വിനേഷ് നേരത്തെ പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്താണ്? കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
സ്വാഭാവികമായും കടുത്ത വരൾച്ചയുണ്ട് ഈ മാസങ്ങളിൽ. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അല്ലെങ്കിൽ മെയിലേക്കൊക്കെ വന്നു രൂക്ഷമായിട്ടുള്ളൊരു ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണൊരു പരിഹാരം? കാരണം വനത്തിൽ ഈ വന്യജീവികൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങളില്ല. അവിടെ കടുത്ത വരൾച്ച മൂലം ജലസ്രോതസ്സുകളെല്ലാം പൂർണ്ണമായും അതായത് അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. എന്താണൊരു പരിഹാര മാർഗം ഈ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ? ഇത് വനത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പോണ്ടുകൾ, ഇത്തരത്തിലുള്ള ചെറിയ കുളങ്ങൾ സ്ഥാപിക്കുക, ഈ വെള്ളം ഇതിന് യഥാസമയം വെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം തമിഴ്നാട് അത് ചെയ്തിരുന്നു. തമിഴ്നാട് ഈ മുതുമല ടൈഗർ റിസർവിനകത്ത് ഇപ്പോഴും അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വ്യാപകമായി തന്നെ വലിയ തോതിൽ തന്നെ ഈ വെള്ളം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വന്യജീവികൾക്ക് അതിൽ കുളിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ, ഒപ്പം തന്നെ അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ തമിഴ്നാട് വനം വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകണം. കർണാടക പൊതുവെ ഈ തമിഴ്നാടിനെ കേരളത്തിനെ അപേക്ഷിച്ച് കർണാടക കൂടുതൽ വരേണ്ടതാണ്. അതാണ് ഈ ആനകളുടെ കണക്കെടുപ്പിലൊക്കെ നമുക്ക് വലിയ വ്യത്യാസം വരുന്നത്. കാരണം ഇപ്പോൾ വനം വകുപ്പ് 2017 മുതൽ 2023 വരെ നടത്തിയ കണക്കെടുപ്പിൽ കഴിഞ്ഞ 2017 കേരള വനാന്തരങ്ങളിൽ 3322 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2023 എത്തുമ്പോഴത്തേക്ക് 1900, അതായത് ബ്ലോക്ക് കൗണ്ട് കണക്കെടുപ്പിൽ 1920 ആനകളായി കുറഞ്ഞു. അതായത് 40% ആനകളുടെ എണ്ണത്തിൽ കുറവ് വന്നു കേരളത്തിലെ വനാന്തരങ്ങളിൽ. പക്ഷേ കാട്ടാന ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഇതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ട്രൈ ജംഗ്ഷനാണ്. ഇവിടെയുള്ള ആന കർണാടകയിലേക്ക് പോകും, അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകും. അവിടെ വരൾച്ചയുള്ള സമയത്ത്, മറ്റു വനാന്തരങ്ങളിൽ വരൾച്ചയുള്ള സമയത്ത് കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തും. കേരളത്തിൽ വരൾച്ച കൂടുമ്പോൾ തമിഴ്നാട്ടിൽ കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇങ്ങനെയാണ് ആനകൾ. അതുകൊണ്ട് തന്നെ കൃത്യമായ ആനകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആനകളുടെ എണ്ണത്തിൽ വർധന കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയണം. 2017 2023 ഇടയിലുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. അതിൽ ശരാശരി 1920 2000 ഇടയിലുള്ള ആനകൾ മാത്രമാണ് കേരളത്തിലെ വനാന്തരങ്ങളിലുള്ളത്. അതിൽ കൂടുതൽ ആനകൾ തമിഴ്നാട്ടിൽ നിന്നും ഈ കർണാടകയിൽ നിന്നും വനാന്തരങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ് എടുത്തത്. ഇടുക്കിയിലാണെങ്കിൽ പോലും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. വയനാടാണെങ്കിൽ കർണാടക തൊട്ടടുത്തുണ്ട്, തമിഴ്നാടുമുണ്ട്. ഇതെല്ലാം നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ വരുന്നതാണ്. പാലക്കാടാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ വരുന്ന തമിഴ്നാട് വനാന്തരങ്ങളിൽ നിന്ന് വ്യാപകമായ ആനകൾ വരുന്നുണ്ട്. ഈ ആനകളുടെ സഞ്ചാര വഴിത്താരകളുണ്ട്. ആനത്താരകൾ എന്ന് പറയുന്ന എലിഫന്റ് കോറിഡോർ പൂർണ്ണമായും പലയിടങ്ങളിലും അടഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് പുനഃസ്ഥാപിക്കാൻ ഒരു പരിധിവരെ നഗരത്തെയും സാധാരണ ജനങ്ങളെയും കർഷകരെയും ബാധിക്കാത്ത രീതിയിൽ ഇത് വൻകിട എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഈ വനമേഖലയോട് ചേർന്നുള്ള അതിർത്തികളിൽ നിർമ്മിക്കപ്പെട്ട വൻകിട കെട്ടിടങ്ങളും നീലഗിരിയിൽ തമിഴ്നാട് സർക്കാർ ഇടപെട്ട് ഈ റിസോർട്ടുകളൊക്കെ വ്യാപകമായി പൊളിച്ച് ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്നതിലേക്ക് എത്തിയിരുന്നു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഒരു പരിധിവരെ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുകയും ഒപ്പം തന്നെ കൃത്യമായ സോളാർ ഫെൻസിങ്, ആനകൾക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള, ആനകൾക്ക് മാത്രമല്ല മറ്റ് ജീവികൾക്കും കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഫെൻസിങ് സംവിധാനങ്ങൾ വനമേഖലയോട് ചേർന്ന് വനാതിർത്തികളിൽ കൃത്യമായി തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. പ്രതിരോധ കിടങ്ങുകളാണെങ്കിലും എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാടിനകത്ത് ഇവറ്റകൾക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ലഭ്യത കുറവ്, ഒരു വലിയ ലഭ്യത കുറവല്ല, ഇല്ല എന്നുള്ളത് തന്നെ എടുത്തു പറയണം. കാരണം ഈ കാട്ടുമാങ്ങയും ചക്കയും മുതലുള്ള സകല സാധനങ്ങളും നാട്ടിലേക്ക് വനം വകുപ്പ് വിൽക്കുകയാണ് ചെയ്യുന്നത്. വലിയ അച്ചാർ കമ്പനി വരുന്നു, കൂട്ടത്തോടെ മാങ്ങകൾ പൊട്ടിച്ചു കൊണ്ടുപോകും, മരത്തിൻ്റെ കൊമ്പോടെ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത്. ഞാവൽപ്പഴങ്ങളായിക്കോട്ടെ മറ്റു പല രീതിയിലുള്ളതും അവിടുത്തെ ജീവികൾ, വനത്തിൽ കഴിയുന്ന ജീവികൾ അവർക്ക് ഭക്ഷ്യയോഗ്യമായതെല്ലാം തന്നെ പുറത്തെ മനുഷ്യർ കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കടത്തുന്നതിലേക്കും അത് വിറ്റ് കാശാക്കുന്നതിലേക്കും വനം വകുപ്പ് മാറുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂക്കാലിപ്സും അതുപോലെ തന്നെ വാറ്റിൽ ബ്ലൂഗം, പിന്നെ അക്കേഷ്യ പോലുള്ള മരങ്ങൾ, തേക്ക് മരങ്ങൾ വലിയ തോതിൽ ഭൂഗർഭ ജലത്തെ പോലും ഊറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള മരം സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യവസായിക അടിസ്ഥാനത്തിൽ വനം വകുപ്പ് കൃഷി ചെയ്ത് ഇത് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് ആ മേഖലയിലെ ആവാസ മേഖലയെ കാര്യമായി തന്നെ ബാധിക്കുന്നു. അടിക്കാടുകളും നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളും എല്ലാം തന്നെ നഷ്ടപ്പെട്ട് പൂർണ്ണമായും വരണ്ടുണങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, വരണ്ടുണങ്ങി ഊഷരഭൂമിയാവുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ വനാന്തരങ്ങൾ മാറുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ കേട്ടോ.
വ്യക്തമാണ്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്തും പാലക്കാടും ഇടുക്കിയിലുമാണ് വന്യജീവി ആക്രമണം ഉണ്ടായത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. മറ്റ് രണ്ടിടങ്ങളിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പാലക്കാടെയും ഇടുക്കിയിലെയും വയനാട്ടിലേക്ക് സ്ഥിതി അതിരൂക്ഷമാണ്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ വനവകുപ്പിൻ്റെ അടക്കം ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് ഇതിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകാൻ കാരണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വരൾച്ച രൂക്ഷമാകുന്നതോടെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് നാട്ടിലേക്ക് അടക്കം എത്തുന്നത് വരും ദിവസങ്ങളിൽ അത് വലിയ രീതിയിൽ മനുഷ്യജീവന് തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ വനംവകുപ്പിൻ്റെ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ്. സ്പോട്ട് ലൈവിന് പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതികളായ 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സിൻജോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ്, ആദിത്യൻ, കാശിനാഥ്, ഡാനിഷ് എന്നിവരെയാണ് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രധാന പ്രതികളാണ് ഇവർ 6 പേരും. ഇതിൽ സിൻജോയും കാശിനാഥനുമാണ് സിദ്ധാർത്ഥിനെ കൂടുതൽ മർദ്ദിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് തോട്ടങ്കര ചേരുന്നുണ്ട്. ജിൻസ്, 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതികളെ വിട്ടുകിട്ടിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെ ആരോപണമടക്കം സിദ്ധാർത്ഥിൻ്റേത് ഒരു തൂങ്ങിയ മരണമല്ല, മർദ്ദിച്ച് കൊലപ്പെടുത്തി തൂക്കിയതാണ് എന്ന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം ഒരു വ്യക്തത, ഈ 2 ദിവസത്തെ ചോദ്യം ചെയ്തതിൽ ഇക്കാര്യത്തിലടക്കം ഒരു വ്യക്തത ഉണ്ടാകുമോ ജിൻസ്? സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 6 പ്രതികളെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പ്രധാന പ്രതികളായിട്ടുള്ള സിൻഡോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ് റിയാൽ, ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തത വരുത്തുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 5 പേരെയായിരുന്നു നേരത്തെ കസ്റ്റഡിയിൽ വിടുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ 6 പേരാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസം 6 പ്രതികളെയും പിന്നീട് 2 പ്രതികളെയും ഈ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും ഇതിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച ഈ കോളേജിലെ ഹോസ്റ്റൽ മുറിയിലും അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച കുന്നിടങ്ങളിലും പോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച ഉപകരണങ്ങൾ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് വീണ്ടും ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റിലായ മുഴുവൻ പേരുടെയും ഫോണുകളും ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രധാനമായും കുടുംബം ആരോപിച്ചത് ഇത് തന്റെ മകൻ ആത്മഹത്യ ചെയ്തതല്ല, ഇവർ കെട്ടിത്തൂക്കിയതാണ്, കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ ഈ കൊലപാതക സാധ്യത പരിശോധിക്കാനാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധന അടക്കം നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതികളുടെ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ അന്വേഷണം CBIക്ക് കൈമാറിയതിനാൽ നിലവിൽ പ്രതിപട്ടികയിലെ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. ഒരാഴ്ചയ്ക്കുള്ളിൽ CBI ഈ കേസ് ഏറ്റെടുക്കുമെന്നുള്ളതാണ് നിലവിലെ സൂചന. ഇതിനു മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ്. അതാണ് ജിൻസ്, കാരണം ഒരാഴ്ചക്കുള്ളിൽ CBI അന്വേഷണം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിട്ടെങ്കിൽ ഇതുവരെയും ഈ അന്വേഷണം CBI ഏറ്റെടുക്കാത്തതാണോ പോലീസ് ഈ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുന്നത്? കാരണം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നു. ജിൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊലപാതക സാധ്യത അടക്കം പരിശോധിക്കാനുള്ള ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഏത് രീതിയിലുള്ളതായിരിക്കും പോലീസിന്റെ ഇനി അടുത്ത നീക്കങ്ങൾ? ഈ ചോദ്യം ചെയ്യൽ കൂടാതെ ഈ 2 ദിവസത്തെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായും പോലീസ് പറയുന്നത് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് കൂടുതൽ മർദ്ദനം ഉണ്ടായത്, ഹോസ്റ്റൽ മുറിയിലും അതുപോലെ തന്നെ കുന്നിടങ്ങളിലുമാണ് ഈ ഹോസ്റ്റലിനടക്കം മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. 18 പേർ ഈ ക്യാമ്പസിലെ പല ഭാഗങ്ങളിലായി മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്, ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതാണ് നിലവിൽ പോലീസ് ചെയ്യുന്നത്. എന്തായാലും പ്രധാനമായും ഈ കൊലപാതക സാധ്യത കൂടി പരിശോധിക്കുകയാണ് നിലവിൽ പോലീസ്. എന്തായാലും ഒരാഴ്ചക്കകം CBI
കേസ് ഏറ്റെടുക്കുമെന്നുള്ളതാണ് സൂചന. അതിനു മുൻപ് തന്നെ ഈ എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ളതാണ് പോലീസിന്റെ നീക്കം. ഡീൻ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്ന് കുടുംബവും അതുപോലെ തന്നെ നേരത്തെ ആളുകൾ കുടുംബവും ബന്ധുക്കളെല്ലാം തന്നെ ആരോപിച്ചിരുന്നു. ഈ ഡീൻ അടക്കമുള്ളവരുടെ പങ്ക് ഈ കേസിൽ നിർണായകമാകും. ആ സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. കേസിൽ ഇതുവരെ 20 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിവാദമുണ്ടായിരുന്നു. ഈ കേസ് CBIക്ക് അന്വേഷിക്കണം, വ്യക്തമായി ഈ പ്രതികളെ കോളേജിലെ അധ്യാപകരെ അടക്കം പ്രതിപട്ടികയിൽ ചേർക്കണം, പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI ഇതര സംഘടനകളടക്കം രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ 5 ദിവസത്തേക്ക് സർവകലാശാല അടച്ചിരുന്നു. ഇന്നലെ മുതലാണ് പിന്നെ വീണ്ടും ഈ സർവകലാശാലയിൽ റെഗുലർ ക്ലാസുകൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷാ നടപടികളും കൂടെ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. സർവകലാശാലയിലും അതുപോലെ തന്നെ ഹോസ്റ്റൽ കെട്ടിടങ്ങളിലും കൃത്യമായ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. 3 നിലകളിലും ഓരോ നിലകളിലും അതിന്റെ ചുമതലക്കാരായ അധ്യാപകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ നിലകളിലും ആയിരിക്കും അവരുടെ ചുമതലയുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ കോളേജിലും ഹോസ്റ്റലിലും അടക്കം കൂടുതൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായ സുരക്ഷാ നടപടികൾ ഇല്ല എന്ന് നേരത്തെ ആരോപിച്ചിരുന്നു. എന്തായാലും ഇത് നിലവിൽ ഈ CCTV അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ മേഖലയിൽ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആദ്യം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 18 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് 2 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് സ്വദേശിയായ നാസിഫ് അതുപോലെ തന്നെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള അബി എന്നിവരെയാണ് പിടികൂടിയത്. ഇതോടെയാണ് കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആയത്. അതിനിടയിൽ ഈ 2ാം വർഷ വിദ്യാർത്ഥിയും ഇടുക്കി സ്വദേശിയുമായ അക്ഷയ് കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. അക്ഷയ് ഈ സിദ്ധാർത്ഥിന്റെ സഹപാഠി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി അക്ഷയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിച്ചത്. 31 പേരെ കോളേജ് പുറത്താക്കിയിരുന്നു. ഇതിൽ അക്ഷയും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഈ 18 പേരിൽ അക്ഷയുടെ പേരില്ലായിരുന്നു. ഇതെല്ലാം കൂടെ വീണ്ടും ഈ കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വരികയും പിന്നീട് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് വ്യക്തമാണ്. ജിൻസ് തോട്ടങ്കരയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രധാന പ്രതികളായ 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.